കുടിക്കല്ലേ? ഇത് നിനക്ക് കുടിക്കാനുള്ളതല്ല, പുതിയ മോളിലെ ഇതാ പൂത്തിരിയാണ്. ഇത് പൊട്ടിക്കുകയോ ഇവിടെ മറ്റേ പൂത്തിരി വെക്കുകയോ കമ്പോ. ഇതേ കണ്ടില്ലേ, വെറൈറ്റി സാധനം. ഇതെല്ലാം നമ്മൾ അവിടെ കിട്ടുന്നതിനേക്കാളും വളരെയധികം ഹോൾസെയിൽ വിലയ്ക്ക് ഇവിടെ കിട്ടും. കൃഷ്ണേ, ദീപാവലിയൊക്കെ വരെയല്ലേ, പടക്കമൊക്കെ മേടിക്കണ്ടേ? അടിപൊളിയായിട്ട് ഇതിലേക്ക് മേടിക്കാം. നമുക്ക് അങ്ങ് ശിവകാശിന്ന് മേടിക്കാം. ശിവകാശിയോ? അതിന് ഒത്തിരി ദൂരം ഇല്ലേ? അതിന് അവിടുത്തെ ശിവകാശി അല്ല, ഇവിടെ നമ്മുടെ കേരളത്തിൽ ശിവകാശി ഉണ്ട്. ഇവിടെ നന്ദിയോട് അവിടെ കിട്ടണമെങ്കിൽ ഹോൾസെയിലേക്ക് ഇവിടെ സാധനം കിട്ടും. സത്യം തന്നെ. ഈ ദീപാവലി നമ്മൾ പൊളിക്കും. എന്നാ വാ, വിശ്വാസം ഇല്ലല്ലേ? പോയി നോക്കാം വാ. ഒരു മോൾഡാണ്. അപ്പൊ ഇതില് മരുന്ന് വെച്ചിട്ട് ഇതിന്റെ അകത്ത് നമ്മൾ ഈ സാധനങ്ങളെല്ലാം വെച്ച് നിറച്ച് പേപ്പറൊക്കെ വെച്ച് ഇങ്ങനെ നിറച്ച് കൊടുക്കുമ്പോൾ അപ്പൊ ചേച്ചി ഇതേ മഴ സമയത്തൊക്കെ ഈർപ്പം തട്ടാതെ ഇരിക്കണമെന്നൊക്കെ പറയുമല്ലോ, അപ്പൊ ഇങ്ങനെ നിറയ്ക്കുമ്പം അത് ഇല്ല ഇത് നമ്മൾ പിന്നെ ഉണക്കിയല്ലേ എടുക്കും. മഴ സമയത്ത് ഇതിന്റെ പൂക്കുറ്റിയുടെ പണിയില്ല. അപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്നത് നന്ദിയോട് ഫയർ വർക്സിലാണ്. ഈ പടക്കം കമ്പനിയുടെ ഉടമയായ ഷെയുടെ കൂടെയാണ്. അപ്പൊ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, ഫയർ വർക്സ് വന്നിട്ട് എത്ര നാളായി ഇവിടെ? ഒരു 10-15 വർഷത്തിന് മേലെ. നമ്മളിപ്പോൾ അത്യാവശ്യം ഓലപ്പടക്ക്, മാലപ്പടക്ക്, അങ്ങനെയുള്ള അമ്പലത്തിലേക്ക് ആയിട്ടുള്ളതായാലും ഉത്സവത്തിന്റെ പരിപാടി, പള്ളിപ്പെരുന്നാൾ, ഇതിനുള്ള എല്ലാ ഫെസ്റ്റിവലിനും കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് തൃശ്ശൂരോട്ടൊക്കെ പോകുന്നുണ്ട്, വിഷുവിനൊക്കെ അങ്ങോട്ട് ദൂരോട്ടും പോകുന്നുണ്ട്. അപ്പൊ ദീപാവലിക്ക് മാത്രമല്ല, ദീപാവലി ദീപാവലി സീസൺ ബാക്കി അല്ലാതെ എല്ലാ സമയങ്ങളിലും കട ഇവിടെ തന്നെയാണ്. വീട് ഇതായതുകൊണ്ട് എന്തായാലും കട എപ്പോഴും ഓപ്പൺ ആയിരിക്കും. ചെറിയ വെടിയും കൂടെ ഉണ്ടാവും. ഈ കമ്പിത്തിരി കത്തിച്ച ചെറിയ വെടിയും കൂടെ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി ആയിരിക്കും. ഇത് കണ്ടോ, മനസ്സിലായോ എന്താണത്? ഇത് റോക്കറ്റോ? പിന്നെന്താ? റോക്കറ്റ് ഒന്നുമല്ല, ഇത് പൂത്തിരി. ഇത്രയും പൂത്തിരിയോ? പിന്നെ എന്റെ ഹൈറ്റ് വരും. എന്റെ ഹൈറ്റിലുള്ള പൂത്തിരിയാ. ഇത് കൊള്ളാല. അപ്പം ഈ പൂത്തിരി ഇവിടെ നിന്ന് വേറെ 350 രൂപയ്ക്ക് ഹോൾസെയിൽ വിലയ്ക്ക് ഒരാളെ പൊക്കത്തിനുള്ള ഈ പൂത്തിരി എത്ര രൂപയ്ക്ക്? 350. ഇത് കത്തിക്കുകയോ അടിച്ച് ആർക്കെങ്കിലും വല്ല അപ്പുറത്തെ വീട്ടിൽ വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ അടിച്ച് അപ്പുറത്തെ വീട്ടിൽ തന്നെ ഇടാം. അങ്ങനെ എല്ലാവർക്കും ഒരു യൂസ്ഫുൾ. ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതും പൂത്തിരി പോലെ കത്തുന്ന സംഭവമാണ്. ഇത് നമ്മളെ പൂത്തിരി പോലെ ഓരോട്ട് കത്തുന്ന വെറൈറ്റി. ഇത് അമുട്ടെന്നല്ല, ഇത് ഫാൻസി സാധനം. ഇത് മൺപൂത്തിരി 400 രൂപയ്ക്കാണ് ഈ ഒരു 4 പീസ് ഇവിടെ കിട്ടുന്നത്. എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ഐറ്റം ആണ്. ദിവ്യ, ഈ ദീപാവലി തീർന്നാലും കത്തിച്ച് തീരാത്ത അത്രയും പൂത്തിരിയാണ് നമ്മളെ കയ്യില്. ഇത് എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം. അതും എത്ര രൂപയ്ക്ക് കിട്ടും നമുക്ക്? ഹോൾസെയിൽ വിലയ്ക്ക് ഇവിടെ വെറും 400 രൂപയ്ക്ക്. കണ്ടില്ലേ ഈ 10 എണ്ണം? ഇത് എവിടെയെങ്കിലും കിട്ടോ? വേറെ നേരെ ഇവിടെ തന്നെ പറഞ്ഞാൽ തമ്പുരാൻ ഫയർ വർക്സ്.